യൂട്യൂബ് ചാനൽ പറയാം. വാ പറയട്ടെ. വെറൈറ്റിക്ക് Hello guys, welcome back to our YouTube channel. Wow, official. So, ഇന്നത്തെ വീഡിയോ എന്താണ്? ഒരു Q&A ആണ്. Q&A എന്നല്ല. ഒരാള് ഞാൻ ഇടാൻ പറഞ്ഞപ്പോ Q&A ആയിട്ടിരിക്കുന്ന ആരും ഒരാള് കറക്റ്റ് ചെയ്ത് തന്നാട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ ക്വസ്റ്റ്യൻസ്, അതായത് കുറച്ച് നല്ല ക്വസ്റ്റ്യൻസിന്റെ നല്ല ഉത്തരങ്ങളുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എവിടെ? ഞാൻ എഴുതി വെച്ച് പക്ഷെ പേപ്പറിൽ പാവക്കീറി കളഞ്ഞു. First question. Introducing family. Introduce your family. Okay. Introduce family. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന്? എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, അനിയന്റെ വൈഫ്, പിന്നെ അനിയനൊരു മോനുണ്ട്. നമ്മുടെ കുഞ്ഞാ. അത്രേ ഉള്ളൂ. എന്റെ വീട്ടില് ഞാൻ, പപ്പ, അമ്മ, എന്റെ പപ്പയുടെ സിസ്റ്റർ, ഹസ്ബൻഡും എന്റെ അമ്മാമ്മയും ആയിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അപ്പം ഞാൻ ഇവർക്ക് 4 പേർക്കുമുള്ള ഒരേ ഒരു മകളാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള അതെ ഒരെണ്ണം മതി. അപ്പം ബേസിക്കലി എനിക്ക് ഞാൻ പണ്ട് മുതലേ എനിക്ക് 2 അമ്മ 2 പപ്പ ഉണ്ട് എന്നുള്ള അഹങ്കാരത്തിലാണ് ഞാൻ വളർന്നത്. അയ്യോ അത് പറയണ്ട. ഒരു കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിചാരിക്കോ എന്തോ സുഖ ജീവിതം എല്ലാ സാധനവും. പക്ഷെ അങ്ങനെയല്ല, അടി നമ്മൾ ഒറ്റയ്ക്ക് മേടിക്കണം എന്നുള്ളതാണ് ഇതിലെ ടാസ്ക്. അപ്പൊ എനിക്ക് ഇഷ്ടം പോലെ അടി കിട്ടിയിട്ടുണ്ട്. എന്നെ ജനലിലൊക്കെ കെട്ടിട്ട് അടിച്ചിട്ടുണ്ട് പണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് 5 മക്കൾ വേണമെന്നാണ്. എനിക്കുള്ള ശക്തി തരണേ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, കറന്റ് ജോബ്. കറന്റ് ജോബ് എന്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നത്, എന്റെ വീഡിയോ കാണുന്നവരും ചോദിക്കുന്നത് എന്താണ് ജോലി. എന്താണ് നിങ്ങൾക്ക് ജോലി കൂലിയൊന്നുമില്ലേ? ജോലിയൊന്നുമില്ല, ഞാൻ അടുക്കള പണിയൊക്കെ ചെയ്താണ് ജീവിക്കുന്നത്. അടുക്കള പണി നല്ല അടിപൊളിയായിട്ട് ചെയ്യും. എനിക്കുള്ളതിൽ ഏറ്റവും വൃത്തിയുള്ള ഡിഷ് വാഷറാണ്. അല്ലേ, വേറെ എവിടെയെങ്കിലും കിട്ടും? നിങ്ങൾക്ക് ഇത്ര വാറണ്ടിയും ഗ്യാരണ്ടിയും ഒന്നും വേറെ ഒന്നും കിട്ടത്തില്ല. ഞാൻ ബഹറിൽ വന്ന സമയത്ത് ഒരു കമ്പനിയിൽ അക്കൗണ്ട്സിലാണ് ഞാൻ ജോലി ചെയ്തത്. 2 കൊല്ലത്തോളം ഞാൻ ആ കമ്പനി ജോലി ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു കമ്പനിയിൽ 4 മാസം ജോലി ചെയ്തു. അല്ലേ, 3 മാസം. അതായത് വാവക്കോട്ടം ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 2 കൊല്ലം ജോലി ചെയ്ത കമ്പനിയിൽ ഇറങ്ങി. പിന്നെ വേറൊരു ജോലിക്ക് കയറി. ഇപ്പൊ നമ്മുടെ ഒരു ബിസിനസ് ഉണ്ട്, അതായത് ഹെൽത്തി മീലിന്റെ. ഞാൻ ഒറ്റയ്ക്കല്ല, വേറെ നമ്മുടെ 2 ഫ്രണ്ട്സും ഉണ്ട്. അപ്പൊ ഞാൻ അതിൽ ജോയിൻ ചെയ്തതാണ്. അപ്പോ അതാണ് എന്റെ കറണ്ട് ജോബ്. ഇപ്പൊ രാവിലെ ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ പരിപാടി ഏകദേശം ഒരു 9 മണിയൊക്കെ ആകുമ്പോ കഴിയും. ഓളിയൊക്കെ കറക്റ്റാ. അപ്പൊ എന്റെ ഒരു പരിപാടി 9 മണിക്ക് ശേഷം കഴിയും. പിന്നെ ബാക്കിയെല്ലാം ഫോണിലാണ്, കസ്റ്റമറോട് സംസാരിക്കുക, അങ്ങനെയുള്ള പരിപാടികൾ. അപ്പൊ താങ്കളുടെ കറണ്ട് ജോബ്? എന്റെ കറണ്ട് ജോബും നേരത്തുള്ള ജോബും എല്ലാം ഒരു ജോബ് തന്നെയാണ്. 7 കൊല്ലം. 7 കൊല്ലം. 7ാമത്തെ കൊല്ലമാണത്. ഞാൻ ക്യാബിൻ ക്രൂ ആണ് ഗൈസ്. ഗൾഫ് എയറിൽ ജോലി ചെയ്യുന്നു. 7 years ആയി ഞാൻ ഗൾഫ് എയറിൽ ജോയിൻ ചെയ്തിട്ട്. അത്രേ ഉള്ളൂ. സോ അപ്പൊ അതാണ് ഞങ്ങളുടെ 2 പേരുടെയും ജോലി. അടുത്ത ക്വസ്റ്റ്യൻ, റീസൺ ബിഹൈൻഡ് ടു സ്റ്റാർട്ട് ദി വീഡിയോ. പഠിക്ക് മങ്കി ആണെങ്കിൽ തിരിഞ്ഞു നോക്കി. എത്ര പറയാമോ? So അടുത്ത ക്വസ്റ്റ്യൻ, റീസൺ ബിഹൈൻഡ് ടു സ്റ്റാർട്ട് ദി വീഡിയോ. അത് വലിയ റീസൺ ഒന്നുമില്ല. ഒരു ദിവസം നമുക്ക് വൈഫ് ഡ്യൂട്ടിക്ക് പോയി, ഞാനും വാവയും മാത്രമേ ഉള്ളൂ. വാവ ഉറങ്ങിയൊരു 9-9:30 ആയപ്പോഴത്തേക്കും. അപ്പൊ അന്ന് ഞാൻ കുറെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുന്നതും ഇങ്ങനെ വാവയുടെ കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, എന്തുകൊണ്ടൊരു എന്തെങ്കിലും ആക്റ്റീവായിട്ട് ചെയ്തുകൂടാ. കാരണം നമ്മളിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് നമുക്കിങ്ങനെ കുറച്ച് പരിപാടി ഉള്ളതൊക്കെ എല്ലാവരും അറിയണ്ട്. ലാലേട്ടൻ പറയുന്ന പോലെ, അങ്ങനെയാണ് ഞാൻ ആ ഫസ്റ്റ് ഒരു വീഡിയോ, ജസ്റ്റ് ഒരു 60 സെക്കൻഡ് ഒരു വീഡിയോ ഞാൻ ഷോർട്സ് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. അന്ന് രാത്രി ഞാൻ പോസ്റ്റ് ചെയ്തു. എനിക്കറിയത്തില്ല ഇത് ഏത് ടൈമാണ് പോസ്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെ ഒന്നും അറിയത്തില്ല. അങ്ങനെ ഫസ്റ്റ് വീഡിയോ എന്റെ സ്വന്തം ഓൺ വോയിസിൽ ഞാൻ ചെയ്തിട്ടു. രാവിലെ എണീച്ചപ്പോഴത്തേക്കും
വ്യൂസിന് 7000 വ്യൂസ് അല്ല, ആ വീഡിയോക്ക് 7000 വ്യൂസ് ഉണ്ടായിരുന്നു. views. അപ്പൊ എന്നെ സംബന്ധിച്ച് അത് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം അന്ന് 2000 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് അല്ല 2000 ഫോളോവേഴ്സ്. ഇൻസ്റ്റയിലാണ് കേട്ടോ, യൂട്യൂബിലല്ല. യൂട്യൂബില്ല, യൂട്യൂബ് ആ സമയത്തില്ല. അങ്ങനെ നോക്കിയപ്പോ 7000 വ്യൂസ്. ഓ മൈ ഗാഡ്. അങ്ങനെ പിന്നെ ഞാൻ അടുത്ത ദിവസവും ശക്തമായിട്ട് തന്നെ ഞാൻ വീണ്ടും അടുത്ത വീഡിയോ ചെയ്തു. പക്ഷെ അടുത്ത വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് 3000 വ്യൂസ് ഉണ്ടെന്നുള്ളത് കേട്ടോ. പിന്നീട് എനിക്ക് മനസ്സിലായി നമ്മളിങ്ങനെ കുറച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഒരു 2 വീക്സ് കണ്ടിന്യൂസ് ചെയ്തു. പിന്നെ 2 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും, സെക്കൻഡ് വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് പുതിയ ഫോളോവേഴ്സ് വന്നു, കുറച്ച് നല്ല കമന്റ്സ് വന്നു തുടങ്ങി. പിന്നെ ഒരു ദിവസം രാത്രി ഞാൻ ഏകദേശം ആ 2000 നേരെ 7000 എത്തി ആ ഒരു 3 വീക്സ് ടൈമിൽ. പിന്നെ ഒരു ദിവസം ഞാൻ കിടന്ന് ഉറങ്ങി രാവിലെ എണീക്കുമ്പോൾ ഈ 7000 സംതിങ് എന്നുള്ളത് നേരെ 13K രാവിലെ എണീക്കുമ്പോൾ. അത്രയും ഫോളോസ് ഒറ്റ അടിക്കുന്നു. ഞാൻ ഒരു 5000 ഫോളോസ് ഒറ്റ അടിക്ക് കയറി. പിന്നെ ഞാൻ വിട്ടില്ല, പിന്നെ അങ്ങോട്ട് അടിച്ചു കയറി വന്നു. അപ്പൊ അതാണ് അതിന്റെ പുറകിലുള്ള സ്റ്റോറി. So who found the name of വാവുകുട്ടൻ? അച്ഛനാണ് കണ്ടുപിടിച്ചത്. ഈവ് എന്നുള്ള പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ദിവസം പറഞ്ഞില്ല, ഈവ് ഭയങ്കര കോമൺ ആണെന്ന് പറഞ്ഞിട്ട് എന്റെ മരിയയുടെ MA അത് ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഓരോ ഈ ഈവിന്റെ തുടക്കം ഞാൻ ഇങ്ങനെ ഓരോ ലെറ്റർ ആയിട്ട് ഇങ്ങനെ എഴുതി നോക്കി വന്നപ്പോഴത്തേക്ക് MA ഇട്ടപ്പോഴത്തേക്ക് ഞാൻ മരിയയുടെ M ആണ് ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ M ഇട്ടപ്പോഴത്തേക്കും MAEE. അപ്പൊ ഈ പേര് കൊള്ളാലോ. അങ്ങനെ ഞാൻ അടിച്ചു നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ ഒരു നെയിം ഉണ്ട്, ഒരു ആരിഷ് നെയിം ആണ്. എല്ലാരും ഭരിക്കുന്ന ഒരു രാജ്ഞിയുടെ നെയിമാണ്, പേരിന്റെ അർത്ഥം. സോ വാവുകുട്ടന്റെ ഒറിജിനൽ നെയിം മെയ്വ് സിസിലിയ ഫെർണാണ്ടസ് എന്നാണ്. സിസിലിയ ആക്ച്വലി സിസിലി എന്റെ അമ്മാമ്മയുടെ പേരാണ്, എന്റെ പപ്പയുടെ അമ്മയുടെ പേരാണ് കേട്ടോ. അപ്പൊ സിസിലി എന്നുള്ളതിനെ കുറച്ച് പരിഷ്കരിച്ച് ഞാൻ സിസിലിയ എന്നാക്കി. ഇവരുടെ ഫാമിലിയിലെ ലാസ്റ്റ് നെയിം ആണ് ഫെർണാണ്ടസ്. സോ അപ്പൊ അങ്ങനെയാണ് മെയ്വ് സിസിലിയ ഫെർണാണ്ടസ് എന്ന് ആക്കിയത്. ആക്ച്വലി ഇതുവരെയായിട്ട് നമ്മള് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. വാവയുടെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഒന്നും ആയിട്ടില്ല. എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ പാർട്ടി ഒന്നും വെക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ താല്പര്യമില്ല. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഇവര് തീരെ കുഞ്ഞല്ലേ, ഇവർ ഇതൊന്നും ഓർത്തിരിക്കത്തില്ല. ഇപ്പൊ നമ്മള് എല്ലാവരെയും വിളിച്ച് പാർട്ടി കൊടുക്കുന്നത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നമ്മുടെ പാരന്റ്സിന്റെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ളവരെല്ലാം വിളിച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ വലിയ പാർട്ടി ഒക്കെ നടത്തി വെറുതെ വീട്ടില് ഞങ്ങള് മൂന്നേരും കൂടെ നമ്മളെ സെലിബ്രേറ്റ് ചെയ്യും. പിന്നെ അത് ഞാൻ കേക്ക് കുടിക്കത്തില്ല, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഡയറ്റാളൊക്കെ. ഓക്കെ, പിന്നെ ഉള്ളത് സെലിബ്രേഷൻസ് വരും. എന്നെങ്കിലും നാളെ വാവ വലുതായി വാവയ്ക്ക് ഇങ്ങനെ എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം, എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കണം എന്നുള്ള ഇത് വാവക്കുട്ടൻ എന്ന് പറയോ അന്ന് വാവയുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് നമുക്ക് അവക്ക് ആ ഒരു സെലിബ്രേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, കുറച്ച് ലോങ്. അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. From a couple to a newborn parents, can you tell about the changes in your work and love life? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. How are you managing to find time for each other? വാവയെ ഞാൻ കുറച്ചു നേരം കളിക്കാൻ വിടട്ടെ, കാരണം ഇങ്ങനെ വാവയ്ക്ക് ഇരിക്കുമ്പോഴത്തേനും അവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ആക്ച്വലി വാവയ്ക്ക് ഇങ്ങനെ നമ്മള് വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴല്ലോ അങ്ങനെയൊന്നും വാവയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ, നമ്മള് കപ്പിളിന് ന്യൂ ബോൺ പാരന്റ്സ് ആയപ്പോ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു, നല്ല പേടിയായിരുന്നു, രണ്ടുപേർക്കും എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. അതിന്റെ കുറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫസ്റ്റ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറയണ ഒരു കാര്യം യോജിച്ച് മനസ്സിലാക്കാനേ പറ്റുന്നില്ലായിരുന്നു. ഇതിപ്പോ രണ്ടുപേരെ കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം ഇപ്പൊ ഒരു അമ്മയാവുമ്പോഴത്തേനും നമുക്ക് ഇത്രയും ഹോർമോൺ ചേഞ്ചസും ഇത്രയും വരുമ്പോ പെട്ടെന്ന് എനിക്ക് 2 ദിവസം വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്റെ വയറ്റിലുള്ള ഒരാൾ പുറത്തു വന്നു.
യുനോ അതെനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം എനിക്ക് എന്റെ വയറ് തൊടുമ്പോഴത്തേനും അനക്കമൊന്നുമില്ല, പിന്നെ നോക്കുമ്പോൾ ഒരാൾ അടുത്തുണ്ട്. അത് ലൈക്ക് ഇച്ചിരി അക്സെപ്റ്റ് ചെയ്ത് വരാൻ തന്നെ നമുക്ക് കുറച്ച് ഒരു പാടാണ്. പിന്നെ ജോഷനാണെങ്കിൽ എന്റെ പെട്ടെന്നുള്ള മൂഡ് സ്വിങ്സും അല്ലെങ്കിൽ എന്റെ വേദനയൊന്നും അത്ര രീതിയിൽ മനസ്സിലാക്കി അന്ന് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാനും ആ ഒരു ഇതിലേക്ക് വരാൻ കുറച്ച് ടൈം എടുത്തു. അന്ന് പിന്നെ ഞങ്ങള് കാരണം ജോഷന് ജോലി ഇല്ലാതിരിക്കുന്ന സമയം, അന്ന് നമുക്ക് ജോലി, ഞങ്ങൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞായിരുന്നു എന്റെ ഡെലിവറി സമയമായപ്പോഴത്തേനും കറക്റ്റ് ആ മാസം ആയപ്പോഴത്തേനും ജോഷന് ജോലി പോയി. അപ്പൊ നമ്മൾ അതിന്റെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി അൺപെയ്ഡ് ലീവിലാണ്, എനിക്ക് ഇനി 2 മാസം കൂടി കഴിഞ്ഞാലല്ലേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ജോഷന് ജോലിയില്ല. അപ്പൊ ഫിനാൻഷ്യലി നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതൊക്കെ കുറെ ടെൻഷൻ ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കി എടുക്കാൻ കുറെ സമയം എടുത്തു. അപ്പം 4 months കൂടുതൽ എടുത്തു. കാരണം ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോയും ഞങ്ങൾ ഇപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതൊക്കെ എല്ലാവരും കാണുമ്പോൾ വിചാരിക്കും ഞങ്ങള് അങ്ങനെ തന്നെ ആയിരുന്നു. നല്ല ഞങ്ങള് എന്ത് പറയാണ്, ഡിവോഴ്സ് ആവാൻ വരെ നമ്മൾ ഇരുന്നല്ലേ, അടിച്ച് ഇനി ഒരിക്കലും പറ്റത്തില്ല എന്നുള്ള സ്റ്റേജിലുള്ള അടി വരെ ഞങ്ങൾ എത്തിയായിരുന്നു. ഞങ്ങൾ ഇനി ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അടി വരെ ഞങ്ങൾ അത്രയും ഇതിൽ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അത്ര എക്സ്ട്രീം ആയിരുന്നു ഞങ്ങള് ഉള്ള ഒരു ഇത്. എനിക്ക് പറ്റുന്നില്ലായിരുന്നു. കാരണം എന്റെ പ്രഗ്നൻസി അത്ര കൂൾ അല്ലായിരുന്നു ഗൈസ്. ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്താണ് എന്റെ പ്രഗ്നൻസിയിൽ. ഞാൻ കുറെ സ്ട്രഗിൾ ചെയ്തു, മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും. കാരണം ഞാൻ 3ാമത്തെ മാസം കഴിഞ്ഞ് 5ാമത്തെ മാസം ആയപ്പോഴത്തേനും എന്റെ പപ്പ മരിച്ചുപോയി. നാട്ടിൽ തന്നെ ആയിരുന്നു, പക്ഷെ പപ്പയ്ക്ക് പെട്ടെന്ന് അറ്റാക്ക് ആയിരുന്നു. അപ്പം അത് ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു. പിന്നെ ഒരു വിധത്തിലാണ് എനിക്ക് ആ സമയത്തൊക്കെ എനിക്ക് അറിയത്തില്ല ഞാൻ എങ്ങനെ ധൈര്യത്തോടെ പിന്നെ വന്നു എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അത് കഴിഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് സർജറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം വേറെ ആരും ഇല്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ ഈവൻ ആ 6ാം മാസത്തിലേക്ക് വയറും വെച്ചിട്ടൊക്കെ ഞാൻ ഒറ്റയ്ക്ക് മെഡിക്കൽ കോളേജിൽ കിടന്നുള്ള, അപ്പൊ അതിന്റെ എല്ലാ ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ കുറെ കാര്യം എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ സന്തോഷിച്ചിരിക്കാനുള്ള ഒരു സമയം ആക്ച്വലി എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ ഇരുന്നിട്ടില്ല. എന്റെ ഏറ്റവും വലിയ പേടിയായിരുന്നു വാവ ജനിക്കുമ്പോൾ ചിരിക്കുമെന്നുള്ളത്. കാരണം എനിക്ക് ഭയങ്കര ടെൻഷൻ. കാരണം ഞാൻ എന്റെ പ്രഗ്നൻസിയിൽ ചിരിച്ചിരുന്നത് എനിക്ക് തോന്നുന്നില്ല അധികം ഇരുന്നിട്ടുണ്ടെന്ന്. കാരണം കൂടുതൽ എനിക്ക് സങ്കടവും ഇത് പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷെ താങ്ക് ഗോഡ് ഞാൻ ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. വാവ ഞാൻ എന്താണ് പ്രതീക്ഷ അതിനേക്കാളും ഓപ്പോസിറ്റ് ആയിട്ട് വാവ നല്ല ചിരിയും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ അതെനിക്ക് സമയത്ത് എനിക്കറിയാന്നുള്ള മിക്കവരുടെ ജോലിയും പോയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ജോലി പോകും. പിന്നെ അവർ നല്ലൊരു ബെറ്റർ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ഒരു സ്റ്റേജാണ് മിക്ക ആൾക്കാരുടെ ലൈഫിൽ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ന്യൂ ബോൺ പാരന്റ്സിനോട് ആ സമയത്ത് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുമെങ്കിലും ഉണ്ടല്ലോ, കുറച്ച് ടൈം എടുക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ വേണ്ടി. പ്ലീസ് ആ ഒരു ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. അത് കഴിയുമ്പോൾ നിങ്ങൾ ഓക്കെ ആയിക്കോളാം. ആ ഒരു ട്രാക്കിൽ വന്നു കഴിയുമ്പോഴുണ്ടല്ലോ നമ്മൾ ഓക്കെ ആയിരുന്നു. കാരണം നമ്മളാരും കുറെ പിള്ളേരെ വളർത്തി എക്സ്പീരിയൻസ് ആയിട്ടല്ലല്ലോ വരുന്നത്. അപ്പം ആ ഒരു ചേഞ്ച് വരുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനീഷ്യലി. പക്ഷെ അത് കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആയിക്കോളും. പിന്നെയുള്ളത് ഞങ്ങളിപ്പോ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് മാക്സിമം നമ്മൾ വീട്ടിലാണ്. ഞങ്ങൾ അങ്ങനെ കല്യാണം കഴിഞ്ഞ സമയം മുതലേ ഞങ്ങൾ അങ്ങനെ ഒത്തിരി പുറത്തു പോയി നടക്കുന്നതല്ല. ഓഷന് അങ്ങനെ അത്ര ഇഷ്ടമല്ല. പക്ഷെ എന്ന് വെച്ചാൽ എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കണം അങ്ങനെയല്ല. ഞങ്ങൾക്ക് പുറത്തു പോകാൻ ഇഷ്ടമാണ്. പക്ഷെ കൂടുതൽ വീട്ടിൽ ഇരിക്കാനാണ് ഇഷ്ടം. ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് ഒരുമിച്ച് കുക്ക് ചെയ്യും, സിനിമ കാണും, വെറുതെ ഇരിക്കും. കൂടുതൽ ഇവിടെ വെറുതെ. അതാണ് ഓഫ് ഡേയ്സിനൊന്നും നിങ്ങൾ അധികം ഞങ്ങളുടെ വീഡിയോസ് ഒന്നും കാണത്തില്ല. ബിക്കോസ് ഓഫ് ഡേയ്സ് വരുമ്പോ ഞങ്ങൾ കൂടുതലും നമ്മൾ മാത്രം ഇരുന്ന് സംസാരിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ അടിയായിരിക്കും ചില സമയത്ത്. ചിലപ്പോ ഞങ്ങളുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കണം അന്നത്തെ ദിവസം ഇവിടെ അടിയാണ്. അടിയുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ അന്നത്തെ ദിവസം കാണത്തില്ല. ലാസ്റ്റ് അടി വെച്ച് 2 ദിവസം മുന്നേ, ഒരാഴ്ച മുന്നേ അടി ഇഷ്ടം പോലെ അടി കഴിക്കും ഞാൻ. പിന്നെ അടി വെക്കുന്നതിന്റെ ഏറ്റവും ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഷോർട്ട് ടെമ്പറാണ്. ഞങ്ങൾ രണ്ടുപേരും വിട്ടുകൊടുക്കാത്ത ആൾക്കാരാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ യോശനാണ് കൂടുതൽ വിട്ടുതരണം. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ അടിയിൽ ഞാനാണ് പോയി മിണ്ടിയത്. കാരണം ആരുടെ മിസ്റ്റേക്ക് ആയിരുന്നു? ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. അപ്പൊ വന്ന് മിണ്ടിയതാണ്.
അക്സെപ്റ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഞങ്ങൾ അത് മനസ്സിലാക്കി എടുത്തപ്പോ കുറച്ച് സമയം എടുത്തു. അക്സെപ്റ്റ് ചെയ്യുന്നത് പുറത്താരും അറിയുന്നില്ലല്ലോ, നമ്മൾ രണ്ടുപേരും അറിയുന്നുള്ളൂ. അത്രേ ഉള്ളൂ. വീഡിയോ കാണുന്ന വന്നിട്ട് കമന്റ് അടിക്കുന്നത് ഞങ്ങൾ സ്വപ്നം കണ്ട ജീവിതമാണ് എന്നൊക്കെ നിങ്ങൾ നമ്മുടെ നല്ല സൈഡൊക്കെ ആണ് നമ്മൾ ഇടുന്നത്. കാരണം മറ്റുള്ളവർക്ക് അത് സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതാണ് നമ്മൾ കൂടുതൽ ചെയ്യണം. പക്ഷെ എല്ലാവരുടെ ഇനിയിപ്പോ എത്രയൊക്കെ സ്നേഹമുള്ള ഒരു കപ്പിൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ അടി ഇല്ലെങ്കിൽ ആ സ്നേഹത്തിൽ എന്തോ ഒരു സംഭവം ഉണ്ട്, എന്തോ ഒരു എന്നുവെച്ചാൽ അടി ഉണ്ടാവും. അടുത്ത് വാവക്കുട്ടിന്റെ ഫുഡ്. വാവക്കുട്ടി ഫസ്റ്റ് എന്ത് ഫുഡാണ് കൊടുത്തത് എങ്ങനെയാന്നുള്ളത്. അപ്പൊ വാവയുടെ ഫസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ് കൊടുത്തത്. വാവ നന്നായിട്ട് ഇരുന്ന് തുടങ്ങിയതിന് ശേഷം 6-ാം മാസം കഴിഞ്ഞിട്ടാണ് ഗൈസ് ഞാൻ കൊടുത്തു കേട്ടോ. 6 മാസം വരെ വാവയ്ക്ക് 5 മാസം വരെയും ബ്രസ്റ്റ് ഫീഡിങ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വാവക്കുട്ടൻ തന്നെ സ്റ്റോപ്പ് ചെയ്തതാണ്. ഞാനിത് വീണ്ടും പറയണമെങ്കിൽ കുറെ പേര് എനിക്ക് എന്റെ വീഡിയോയിൽ കമന്റിലാണെങ്കിലും ഇൻബോക്സിലാണെങ്കിലും വന്ന് മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ട്. ബ്രസ്റ്റ് ഫീഡിങ് ആണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന്റെ അവർ പറഞ്ഞു ഇപ്പൊ കുറെ എന്താ പറയാ റിസോഴ്സസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് പമ്പ് ചെയ്ത് വെക്കാം. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങള് വർക്കിംഗ് അമ്മമാര് ഞങ്ങൾ ഈ ഒരു കാര്യങ്ങളൊന്നും ചിന്തിക്കത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓഫ് കോഴ്സ് നമ്മൾ അതൊക്കെ ആലോചിക്കും. ഏതൊക്കെ വഴികളുണ്ടോ ആ വഴികളെല്ലാം ഞങ്ങൾ ആലോചിക്കും. ഇനി ഇത് എന്നെ മാത്രം പറയണല്ല, എല്ലാ വർക്കിംഗ് ആയിട്ടുള്ള ന്യൂ മോംസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണോ ബെസ്റ്റ് ആയിട്ടുള്ളത് അതാണ് എല്ലാ അമ്മമാരും ചെയ്യണത്. അപ്പൊ ഞാനും പമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പമ്പ് ചെയ്ത് വെച്ച് കൊടുക്കാനൊക്കെ നോക്കി. പക്ഷെ പമ്പ് ചെയ്ത് ഫ്രിഡ്ജ് നമ്മൾ വെച്ചിട്ട് പിന്നെ ബോട്ടിലിൽ കൊടുക്കുന്ന പാല് വാവ് കുടിക്കുന്നില്ലായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വാവ തന്നെയാണ് സ്റ്റോപ്പ് ചെയ്തത്, ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ്. കാരണം എനിക്ക് ദൈവം അനുഗ്രഹിച്ച് നല്ല മിൽക്ക് സപ്ലൈ ഉണ്ടായിരുന്നു. ഞാൻ എത്രയോ പാല് അവസാനം എനിക്ക് നിന്നിട്ട് വേദന ആയിട്ടുണ്ടല്ലോ, ഞാൻ പമ്പ് ചെയ്ത് ഗ്യാസ് ചെയ്ത് കളയാം. കാരണം വെച്ചിട്ട് കാര്യമില്ല, വാവ കുടിക്കുന്നതേ ഇല്ലായിരുന്നു, ഒരു വിധത്തിൽ കുടിക്കുന്നില്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങ് ഫോമുല തന്നെ പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തത്. അപ്പം 5 മാസം വരെയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ വെജിറ്റബിൾ വാവ ഇരുന്നതിന് ശേഷം നന്നായിട്ട് ഇരുന്നതിന് ശേഷമാണ് ഈ കയ്യിൽ അവർ എന്തെങ്കിലും എടുത്ത് വായിൽ വെക്കുന്ന ഒരു സമയം വരുമല്ലോ, ആ ഒരു ടൈമായിരുന്നു. അപ്പം ഞാൻ കുറുക്ക് ഫസ്റ്റ് കൊടുത്തു നോക്കി, പക്ഷെ ഒരു വിധത്തിൽ കഴിക്കത്തില്ലായിരുന്നു. കഴിക്കത്തില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കുക്കുംബറിന്റെ പീസ്, ഈ ക്യാരറ്റിന്റെ നീളത്തിനുള്ള പീസിന്റെ സ്ലൈസ് ചെയ്തിട്ട് നീളത്തിനുള്ള സാധനങ്ങള് അവിടെ കയ്യിൽ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കൊടുത്ത് അത് ഇങ്ങനെ കടിച്ച് ആണ് അവർക്ക് ടേസ്റ്റ് വന്ന് തുടങ്ങിയത്. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ ആപ്പിൾ മാഷ് ചെയ്ത് വേവിച്ചിട്ട് സ്റ്റീം ചെയ്തിട്ട് മാഷ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഉച്ചയ്ക്കൊക്കെ ആകുമ്പോൾ ലഞ്ചൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. വെജിറ്റബിൾസ് എല്ലാം മിക്സ് ചെയ്ത് ഇതായി കൊടുക്കാൻ തോന്നി. അതാണ് വാവക്കുട്ടന്റെ ഫുഡിന്റെ ഇത്. പിന്നെ ഫസ്റ്റ് മുതലേ നമ്മളിങ്ങനെ കയ്യിൽ കൊടുത്ത് ഇരുന്നുകൊണ്ട് ശീലിച്ചത് കൊണ്ട് വാവ തന്നെ കഴിക്കാനാണ് വാവയ്ക്ക് ഇഷ്ടം. അപ്പൊ ഹൈ ചെയർ മേടിച്ച് ഇരുത്തി കൊടുത്തതിന് ശേഷം വാവയ്ക്ക് അവൾ തന്നെയാണ് അത് തുടങ്ങിയത്. പിന്നെ നമ്മൾ അതങ്ങ് ശീലിപ്പിച്ച് കൊണ്ടുവന്നു എന്നുള്ളതേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ വാശി വരും കേട്ടോ, അപ്പൊ നമ്മൾ വാരി കൊടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. പിന്നെ ട്രാവൽ ടൈമില് വാവയ്ക്ക് എന്താ പറയാ, ഞാനൊരു ഇതുവരെ ഞാൻ വാവയ്ക്ക് ഈ പുറത്തുനിന്നുള്ള പാക്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. സിർലാക്കോ അങ്ങനത്തെ ഒരു സാധനങ്ങളും കൊടുത്തിട്ടില്ല. ഈ ഫ്രൂട്ട്സിന്റെ എന്നാ പറയണ അതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഈ ക്യാൻഡ് സാധനങ്ങളോ അങ്ങനെ വേറെ ഒരു സാധനവും ഞാൻ പുറത്തുനിന്നുള്ള പാക്കറ്റ് സാധനങ്ങളോ ഒന്നും ഇതുവരെയും ഞാൻ കൊടുത്തിട്ടില്ല. ഇപ്പൊ വാവയ്ക്ക് അഥവാ ഉണ്ടെങ്കിൽ അവക്കാഡൊക്കെ ഞാൻ കയ്യിലെടുക്കും. കഴിക്കുന്ന നേരത്താണ് ഞാൻ കൊടുക്കുന്നത്, അല്ലാതെ മാഷ് ചെയ്ത് എടുക്കത്തൊന്നുമില്ല. ഹോൾ ഫ്രൂട്ട് ഞാൻ കൊണ്ടുപോകും. പിന്നെ ഉള്ളത് സ്വീറ്റ് പൊട്ടറ്റോ സ്റ്റീം ചെയ്ത് അത് കൊണ്ടുപോകും. പിന്നെ ഞാൻ ഹോം മെയ്ഡ് ഒരു സിർലാക്ക് പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ, നട്ട്സ് എല്ലാം കൂടെ ഇട്ടിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ വാവയ്ക്ക് കൊടുക്കുമ്പോ അത് വാവയ്ക്ക് ഇഷ്ടമാണ്. ഞാൻ അത് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിലൂടെ ആപ്പിൾ ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് ഒരു മധുരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഡേറ്റ്സോ എന്തെങ്കിലും ഇട്ടിട്ട് ആണ് ഞാൻ വാവയ്ക്ക് കൊടുക്കുന്നത്. പിന്നെയുള്ള ക്വസ്റ്റ്യൻ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. വാവയുടേത് കുറെ ഉണ്ട്. എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യം എന്താണെന്ന് അറിയാമോ?
കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ജോലി ഇല്ലാതെ ഇവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത്. അത് നല്ലൊരു മൊമെന്റ് അല്ല, അത് നല്ല മൊമെന്റ് അല്ല, പക്ഷെ അതാണ് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവം. എനിക്ക് ആക്ച്വലി ഞങ്ങൾ തമ്മിൽ അടിയൊക്കെ വരുമ്പോഴുണ്ടല്ലോ, നമ്മൾ അവിടെ നിന്നാണല്ലോ ഞങ്ങൾ ഒരുമിച്ച് ഇത്രയും ദൂരം വന്നത് എന്നുള്ള ആലോചിക്കുമ്പോൾ ഞാൻ ആക്ച്വലി ആ അടിയൊക്കെ മറക്കും. പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒരു സപ്പോർട്ടും ഇല്ലാതെ നമ്മള് വന്നുള്ള എന്താ പറയുക, ഞങ്ങള് 0 എന്നാണ് ഞങ്ങൾ രണ്ടുപേരും തുടങ്ങിയത്. അത് ഇതാണ് 0 തുടങ്ങി. എന്ത് വന്നാലും നമുക്ക് ഒരു പ്രശ്നമില്ല, ഫേസ് ചെയ്ത് പോകണം എന്നുള്ള. ആക്ച്വലി എന്റെ ഒരു നേച്ചറിൽ എനിക്ക് പിന്നെ എന്ത് സംഭവിച്ചാലും അത് ആ ഒരു സമയം കഴിയുമ്പോൾ അത് മാറിപ്പോകും എന്നുള്ള ഒരു ഭയങ്കര വിശ്വാസമാണ്. ആദ്യമൊക്കെ അതായിരുന്നു ഭയങ്കര. എനിക്ക് ഓക്കെയാണ്, ഞാൻ എത്ര എനിക്ക് ഫിനാൻഷ്യലി ഒന്നും ഇല്ലെങ്കിലും ഞാൻ ഓക്കെയാണ്. കാരണം എനിക്ക് ഭയങ്കര ഒരു ഉള്ളിലുള്ള ഒരു വിശ്വാസമുണ്ട്, ആ ഒരു സമയം കഴിയുമ്പോൾ അത് മാറും. നമുക്ക് എന്താ ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്, അടുത്തൊരു ഇറക്കം ഉണ്ടെങ്കിൽ അടുത്തൊരു കയറ്റമുണ്ട്. സോ ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ ഇരിക്കുമ്പോൾ ഐ ആം ഓൾവേസ് പ്രിപ്പയർഡ്. അടുത്ത ഒരു ഇറക്കത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർഡ് ആണ്. ഞങ്ങളിപ്പോ കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് ഓൺലൈൻ പറയുന്നുണ്ട് എന്തോ സംഭവിക്കാനിരിക്കുന്നു. പക്ഷെ അതുപോലെ കറക്റ്റ് നമ്മൾ നാട്ടിൽ പോയിട്ട് തക്കാളി പനി പോലെ വന്നിരുന്നു. അത്രയും ഇതില് ദേഹം ഫുൾ ഉണ്ടായിരുന്നു പനിയായിട്ട്. ഞങ്ങൾ രണ്ടുപേരും അങ്ങ് തകർന്നു. എന്ന് വെച്ചാൽ നമുക്ക് അവളുടെ സ്കിന്ന് നമുക്ക് അത് കാണാനേ പറ്റുന്നില്ല, അങ്ങോട്ട് പൊട്ടി ഫുൾ ബോഡി. ആക്ച്വലി അത്രയും ഇവിടെ ഈ 2-3 ഭാഗത്ത് ഇങ്ങനെ കുരു വന്നു, ഇവിടെ തൊട്ട് താഴോട്ട് ഫുള്ള് ഇങ്ങനെ വ്രണമായി പോയി. 3 ദിവസം ഞങ്ങള് അതാണ് നിങ്ങൾ വീഡിയോ ഒന്നും നമ്മുടെ കാണാത്തത്. അതുകൊണ്ടാണ്, കാരണം ഞങ്ങൾക്ക് അത്രയും കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ലായിരുന്നു. എനിക്ക് പറ്റുന്നേ ഇല്ലായിരുന്നു. ഞങ്ങൾ ചുമ്മാ അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും. പനി ഒരു ദിവസം 2 ദിവസം അടുപ്പിച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ പനി മാറി. താങ്ക് ഗോഡ് ഇപ്പൊ എല്ലാം തുടങ്ങിയിട്ടുണ്ട്. പാടുകൾ മാത്രമേ വരുന്നുള്ളൂ, എല്ലാം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഡോണ്ട് വറി ഗൈസ്, ഇത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഇതും കൂടെ നമുക്ക് വരും. യുനോ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയൊരു ക്വസ്റ്റ്യൻ ഗൈസ്, എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചട്ടമ്പീസുമായിട്ടുള്ള റിലേഷൻ എന്താണെന്നാണ്. ചട്ടമ്പീസ് എന്റെ കസിൻസ് ആണ്. ഞങ്ങളുടെ പപ്പമാര് അനിയൻ ചേട്ടന്മാരാണ്, അത്രേ ഉള്ളൂ. എന്റെ പപ്പയുടെ അനിയന്മാരുടെ മക്കളാണ് അവര്. സോ അപ്പൊ ഞങ്ങള് കസിൻസ് ആണ്, അത്രേ ഉള്ളൂ. ഇനിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ആ ചേച്ചി കുറെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ക്വസ്റ്റ്യൻ മാത്രം ഞാൻ പറയാം. നമ്മുടെ ലൈഫിൽ ഇത്രയും ചേഞ്ചസ് ഒക്കെ വന്ന് ഇത്ര ആയപ്പോഴത്തേനും നമുക്ക് മടുത്തു പോയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സമയം? മടുപ്പായിട്ട് അങ്ങനെ വന്നിട്ടില്ല, പക്ഷെ നമുക്ക് എന്താ പറയാ, ഒരു തളർന്നു പോകുന്ന സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന സിറ്റുവേഷൻസ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നമ്മള് മടുത്തു പോയിട്ടില്ല. ക്യാബിൻ ക്രൂ ജോബ് എടുക്കാൻ കാരണം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എനിക്കത് ഇഷ്ടമായിരുന്നു, നല്ല സാലറി പാക്കേജ് ഒക്കെയാണ്. എനിക്ക് ഇഷ്ടമുള്ളത് മറ്റേ ഓർഗനൈസിങ് ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഈ എന്താ പറയാ, ഇവന്റ് പ്ലാനിങ്, അങ്ങനത്തെ ഈ പ്ലാനിങ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്തെങ്കിലും ഈ ട്രാവൽ ചെയ്ത് നടന്നിട്ടുള്ള വല്ല ജോലി എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ കണ്ടുപിടിച്ച് ചെയ്യാം. പിന്നെ അമ്മ പോകുമ്പോ വാവക്കുട്ടിന് സങ്കടം വരാറുണ്ടോ? ഉണ്ടോ? എപ്പോഴൊന്നുമില്ല, കാരണം വാവ പണ്ടുപോലെ ശീലമായി. അതിപ്പോ എത്ര നല്ലതുപോലെ അപ്പന്മാർ നോക്കിയെന്ന് പറഞ്ഞാലും അമ്മമാരുടെ ആ ഒരു സ്നേഹം തന്നെയാണ്. അതിനൊരു ചേഞ്ച് അല്ല, അത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. കാരണം അവളെ അമ്മ വരുമ്പോഴത്തേക്കുള്ള സന്തോഷം അത് വേറൊരു ലെവൽ തന്നെയാണ്. ഭയങ്കരമായിട്ട് തുള്ളി വരും. പിന്നെ എന്റെ യൂണിഫോം ഇടുമ്പോ തന്നെ ഇപ്പൊ അവർക്ക് മനസ്സിലാവും. അപ്പൊ ചില സമയം ഇങ്ങനെ ചിണിങ്ങിയൊക്കെ നിൽക്കും. പാവക്കുട്ടിനെ ഫസ്റ്റ് കണ്ടപ്പോൾ ഉള്ള മൊമെന്റ് എങ്ങനെയായിരുന്നു? അയ്യേ, ഈ കൊച്ചെന്തെങ്കിലും ഇരിക്കുന്നത് അവര് കൊണ്ടുവന്ന് എന്റെ ഫ്രണ്ട് കൊണ്ട് നിർത്തി കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ നോക്കിട്ട് ഇവിടെ ഭയങ്കര വലിയ വായക്കായിരുന്നു. വാവയ്ക്ക് എത്ര മന്ത് ആയോ? 11 months ആണ് ഗൈസ്. നെക്സ്റ്റ് മന്ത് വാവയ്ക്ക് 1 വയസ്സാണ്. ഇപ്പോഴാണ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടിയത്. അപ്പം നമ്മുടെ ഈ Q&A നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു.
എന്തെങ്കിലും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അതിൽ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യാം. ഞങ്ങൾ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ യൂട്യൂബർ ആണ് ഇരിക്കുന്നത്. ഭാവ സംസാരിച്ചു തുടങ്ങുമ്പോ എങ്ങനെയാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അതിന് വേണ്ടിട്ട്. ഭാവ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇപ്പൊ ഒക്കെ പറയും നല്ല താളബോധമുണ്ട് എന്റെ എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. എന്തായാലും വാവ സ്വന്തമായിട്ട് ഡാഡാ ഡാഡാ എന്ന് വിളിച്ചു തുടങ്ങി. ഇപ്പൊ ഡാഡാ സോ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങൾ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്തിട്ട് പോയാൽ മതി. സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് us. Bye.